അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. പിന്നെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് മൈദ 1 കപ്പ് 1.5 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ വേണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണ് ആഡ് ചെയ്തെടുക്കാം. ഇവിടെ 1/2 ടീസ്പൂണ് ആഡ് ചെയ്തെടുത്തു. നമുക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ആഡ് ചെയ്തെടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലോട്ട് 1.5 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇനി നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നല്ലോണം തരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 പ്രാവശ്യം തരിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് 3 പ്രാവശ്യം തരിച്ചെടുത്താൽ നല്ല അടിപൊളി നല്ലൊരു പൗഡറേക്കാണ് കിട്ടും. നല്ല സോഫ്റ്റും ആയിട്ടും കിട്ടും നമുക്ക് ഈ കേക്ക്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് 3 പ്രാവശ്യം നല്ലോണം തരിച്ചെടുത്ത് ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാണ് കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒരിപ്പം യോജിച്ച് ചേരുള്ളൂ. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് പാലിന് പകരം 2 സ്പൂണ് പാൽപ്പൊടി എടുത്താണ്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ ചൂടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ആ കേക്കിൻ്റെ ഒരു രുചിക്ക് വേണ്ടിയാണ് നമ്മൾ ചേർത്തെടുക്കുന്നത്. കുറച്ച് നേരത്തിനൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല മെൽറ്റായി വരും. നമ്മൾ നല്ലോണം ഇളക്കി എടുക്കുമ്പോൾ നല്ലൊരു ചോക്ലേറ്റ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ മുട്ട ഒന്ന് നമുക്ക് നല്ല ബീറ്റ് ചെയ്ത് ചേർക്കണം. നമ്മൾ 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. എന്നാൽ റൂം ടെമ്പറേച്ചറായ മുട്ടയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ 2 മുട്ടയും പൊട്ടിച്ച് പാർന്നെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് അപ്പം മുട്ട കൊണ്ട് നല്ല പതന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ചായി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുട്ടൻ്റെ ബട്ടർ നല്ല പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചെടുക്കാം. നമുക്കിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഒഴിച്ച ശേഷം നിങ്ങൾ കുറച്ച് നേരം ഇതൊന്ന് ഫുൾ മിക്സ് ആവാൻ വേണ്ടി ബീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു ബട്ടർ താന്നാണ്ട് പോവും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മുട്ടൻ്റെ ബട്ടർ റെഡി വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതാ ഇവിടെ. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ഇതൊന്ന് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം. ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ, അതൊന്ന് ഇതിലോട്ട് പാർന്ന് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് നമ്മളെ ഇത് നല്ല അടിപൊളിയായിക്കാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട നല്ലൊരു കൺസിസ്റ്റൻസിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കേക്ക് ടിന്നിലോട്ട് നമുക്കിത് ഒഴിച്ചെടുക്കാം. എടുത്ത്
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചൂടാടാൻ വെച്ചു കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു വിസ്ക് നമ്മൾ നല്ലോണം തണുത്ത ശേഷം ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ചെറിയൊരു അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ തോർത്തിയെടുക്കണം. അപ്പം ഞാനിതൊക്കെ തോർത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രീമൊക്കെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കേക്കിന് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് പോകുന്നത് കുക്കറിലാണ്. കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 30 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്രീമാണ്. അപ്പം എന്തൊക്കെ നല്ല കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് എടുക്കട്ടെ. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ക്രീമിന് കുറച്ച് മധുരക്കുറവുണ്ട്. അപ്പോൾ ഞാൻ 2 സ്പൂണ് ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കുറച്ച് ഗനാഷ് ചോക്ലേറ്റ് ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്രീമിനോട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ കുറച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വിപ്പിംഗ് ക്രീമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇത് സ്വന്തമായിട്ടൊന്ന് ഒരു 2 സ്പൂണ് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ഒക്കെ മെൽറ്റാക്കിയതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്താ ഇവിടെ ചോക്ലേറ്റ് കൊടുക്കണം. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് തേച്ച് വെച്ചൊന്ന് സൈഡൊക്കെ ഇതാക്കിയെടുക്കാം. കേക്ക് ഐസിങ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനൊരു ടേബിൾ എടുത്തിട്ടുണ്ട്. പിന്നൊരു പ്ലേറ്റാണ്. നമുക്ക് ഡയറക്റ്റ് വെച്ച് നമുക്കൊന്ന് ഐസിങ് ചെയ്യാം. കത്തിയോണ്ടാണ് പിന്നെ പാലിന് പകരം കത്തിയോണ്ടാണ് ഇതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് കേക്കും ഗനാഷും കഴിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ മുകളിൽ ഒരു വട്ടം ചെയ്യാം. നമ്മൾ അതിൻ്റെ മുകളിൽ അപ്പം ഞാൻ അതിൻ്റെ മുകളിലൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്താ വൈറ്റ് ചോക്ലേറ്റ് കൊടുത്തിട്ടാണെന്ന് അതും ഗനാഷാക്കി വെച്ചത് പേരിടാനാക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതുപോലത്തെ വളരെ അൽഫാം വെക്കുന്നതും ഗനാഷ് പേരെല്ലാം